നമ്മൾക്ക് കൊച്ചുകുട്ടികളെ കാണുമ്പം എപ്പോഴും സന്തോഷമല്ലേ? ആ കൊച്ചുകുട്ടികളിൽ തന്നെ ഒരു കൂട്ടർ വളരെയധികം എക്സൈറ്റഡ് ആയ ഹാപ്പിനെസ് കാണിക്കുന്നവരാണ്. ഈ കൂട്ടർ ശരിക്കും ഏഞ്ചലാണ്. ഇത് സെറിബ്രൽ പാൾസിയോ അല്ല ഓട്ടിസമോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാവുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് നമ്മൾ പറയുന്നത്. അത് ഏഞ്ചൽ മാൻ സിൻഡ്രം. ഏഞ്ചൽ മാൻ സിൻഡ്രത്തിൽ എപ്പോഴും കുട്ടി ഹാപ്പി ആയിരിക്കും, ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീം ആയിരിക്കും. അതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് സ്പീച്ച് ഡിലേസ് ഉണ്ടാകും, എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേകളും കാണിക്കും. അതായത് ഇതൊരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ജീനിനുള്ളിലെ ക്രോമസോമുകളുടെ ഒരു വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ഈ ഒരു ഏഞ്ചൽ മാൻ സിൻഡ്രം എന്ന് പറയുന്നത്. ഇത്തരം ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് തിരിച്ചറിയാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടി കൂടുതൽ പ്ലീസിങ് ആയിരിക്കും, വളരെയധികം ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിരി കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്തെ അബ്നോർമാലിറ്റിയെ നമ്മൾ ചെക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷേ എന്നാൽ പോലും ആദ്യ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഡെവലപ്മെൻറ്റൽ നിങ്ങളുടെ പീഡിയാട്രീഷനോ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏഞ്ചൽ മാൻ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ തന്നെയാണ്. ജനറ്റിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡറിൽ തന്നെ ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. അതായത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമുള്ള ക്രോമസോമുകളാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. ഇതിൽ പലപ്പോഴും അമ്മയിൽ നിന്നുള്ള 15ാമത്തെ ക്രോമസോമായ UBE3A എന്ന ജീനിൻ്റെ ഡിഫോമിറ്റിയാണ് ഏഞ്ചൽ മാൻ സിൻഡ്രം കാണിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽ മാൻ സിൻഡ്രം പോലുള്ള ചലഞ്ചുകളിൽ ആദ്യകാലത്ത് ഇതിന് വലിയൊരു ട്രീറ്റ്മെൻറ്റ് പ്രിസൈസായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഫിസിക്കൽ എബിലിറ്റിയെ മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള തെറാപ്പീസ് അവൈലബിൾ ആണ്. ഇതിന് ഫിസിക്കൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതേപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഡീറ്റോക്സ്, വൈറ്റമിൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്താൽ അവരുടെ ലെവൽ ഓഫ് ലൈഫ് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വർദ്ധിക്കാനായിട്ടുള്ള ഗെയിമുകളിലേക്ക് ചെറിയ ചെറിയ ഫോക്കസ് കൊണ്ടുവരിക, അവർക്ക് ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളാണ് ഇതിൽ ആദ്യമായി ചെയ്യാൻ പറ്റുന്നത്. അവരുടെ നോർമൽ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ബ്രഷ് പിടിക്കാൻ, അങ്ങനെ നടക്കാൻ, അല്ലെങ്കിൽ പോട്ടി ഹാബിറ്റ്സ്, അങ്ങനത്തെ ഹാബിറ്റ്സിലേക്ക് എത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത്തരം ഹാബിറ്റ്സുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരവിടെ എത്തുന്ന ആ ഒരു ലെവല് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ പടിപടിയായുള്ള ട്രെയിനിങ്ങുകൾ, കോച്ചിങ്ങുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ കുട്ടികൾക്ക് 3 വയസ്സ് കഴിയുമ്പം ഇവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു ചലഞ്ചാണ് എപ്പിലെപ്സി എന്ന് പറയുന്ന സീഷേഴ്സ് വരുന്നു. 3 വയസ്സ് കഴിയുമ്പം ഇവർക്ക് സീഷേഴ്സ് കൂടുതലായി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് ആ സീഷേഴ്സ് വന്നു കഴിഞ്ഞുണ്ടാകുന്ന വേറെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് കുറച്ച് കഴിയുമ്പം ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളിലേക്കും എത്തിച്ചേരാൻ എളുപ്പമാണ്. അപ്പം അവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ ബോഡി മൂവ്മെൻറ്റ്സ്, ആക്ടിവിറ്റിയെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുക. ഒരു സിസ്റ്റത്തിൽ, ഒരു റൂൾസിൽ, ഇപ്പോൾ ഒരു ഗെയിം ആണെങ്കിലും ഒരു റൂൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലത്തെ റൂളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു 1ൽ നിന്ന് 2ലെത്തുക, 2ൽ നിന്ന് 3ലെത്തുക, 3ൽ നിന്ന് 4ലെത്തുക, അങ്ങനെ ആ ഒരു പാറ്റേൺ അവരിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇത്തരം ചലഞ്ചസുകളിലെല്ലാം നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കുമ്പം ഒരേ ഒരു കാര്യം, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് എന്താ പേര് എന്ന് ചോദിച്ചാൽ അവർ തിരിച്ച് എന്താ പേര് എന്ന് ചോദിക്കുന്നത് ഒരവസ്ഥ. അപ്പം പലപ്പോഴും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ പേര് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായ രീതിയിൽ, എന്താ പേര് എന്ന് ചോദിച്ചിട്ട് അത് തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കുന്നതിന് പകരം ഇവിടെ ഈ ഒരു ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന, അതായത് കോഗ്നിറ്റീവ് ഫങ്ഷനെ കൂടി എനേബിൾ ചെയ്യുന്ന തരത്തിലുള്ള ഡീറ്റോക്സിഫിക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ ബാലൻസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയും കാണാത്തതായ അവരിലെ പല സ്കിൽസിനെയും പല എംപവർമെൻറ്റുകളെയും നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം ഏഞ്ചൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഇവരെ കാണുമ്പം ഇവർ ഭയങ്കരമായി ചിരിക്കും, വളരെ ചിരിയുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ടാവും. അവർക്ക് എപ്പോഴും നമ്മളെ നോക്കി ചിരിക്കാൻ, അല്ലെ നമ്മൾ ആ ഒരു ചിരി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഫീലിലായിരിക്കും ഈ കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ചിരി
എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ അവർ ചിരിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കരയുന്ന ഒരു വേദനാജനകമായൊരു അവസ്ഥ പേരൻസിനുണ്ടാവും. ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളുമായി പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു ക്ലിനിക്കിൽ നമുക്ക് നമ്മളുടെ മക്കളെ വിടുക എന്നുള്ളതിന് ഒരു ലിമിറ്റേഷനുണ്ട് അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് ലൈഫ് ലോങ് ഹെൽപ്പ് വേണ്ടവരുമാണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ ഞങ്ങളെപ്പോഴും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ഡിഫറൻ്റായൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഈ പേരൻസിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പേരൻസിനൊരു ഇൻഹിബിഷനുണ്ട്. ഇത് ചെയ്താലോ, സക്സസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഭയം മനുഷ്യനുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഇൻഹിബിഷനെ ബ്രേക്ക് ചെയ്ത് അതിലേക്ക് വരാനുള്ള സാധ്യത പലപ്പോഴും പലരും പല കാരണങ്ങൾ കണ്ട് പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോകുന്നൊരു സിറ്റുവേഷനും പലരും കാണും. പക്ഷേ വളരെ വിജയകരമായിട്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് എൻ്റെ കുഞ്ഞാണ്, ഞാനതിനൊപ്പം യാത്ര ചെയ്യുമെന്ന് പറയുന്ന മാതാപിതാക്കളെ, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇത്തരം തെറാപ്പീസ് ചെയ്യുന്ന ഫാമിലികൾ, കാരണം സിബ്ലിങ്സ് ഇവർക്ക് വേണ്ടി കോംപ്ലിമെൻറ്റ് ചെയ്യുകയും ഇവർക്ക് ആക്ടിവിറ്റി ചെയ്യുകയൊക്കെ ചെയ്യുന്ന വളരെ രസകരമായൊരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ശരിക്കും ഇവർക്ക് വേണ്ടത്. അപ്പോൾ അത്തരം ഞങ്ങളുടെ ഇഷ്ടം പോലെ ക്ലയൻസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആ ഫാമിലി അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവർക്ക് ഒറ്റപ്പെടലില്ല. അപ്പോൾ ഫാമിലിക്കും ആ ഒറ്റപ്പെടലില്ല. കാരണം അവർ നമുക്ക് മനുഷ്യന് ജീവിക്കേണ്ടത് ഒരു സമൂഹം എന്ന രീതിയിലാണ്. അപ്പോൾ ഈ സമൂഹം എന്ന ഉൾക്കാഴ്ച നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഒരു സമൂഹം പൂർണ്ണമാകുമ്പം ഇവരുടെ ബിഹേവിയറും പാറ്റേണും മാറുന്നതായ കാഴ്ചകൾ കാണാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ എംപവർ ചെയ്യാൻ പറ്റുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾ ഇത് എടുക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം എൻ്റേതാണ് എന്നുള്ള ഒരു ധൈര്യം കാണിക്കുകയും ആ ഇൻഹിബിഷനെ ഓവർകം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ഒരു പടി നിങ്ങൾ ചിന്തിക്കാത്ത ദൂരത്തിൽ പോകാൻ കഴിയുന്നതാണ്. അതേസമയം തന്നെ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിവാകുന്ന മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം പാഴാക്കുകയും കുറേ കാലത്തിന് ശേഷം ഒരു മനസ്താപമൊക്കെ തോന്നിയിട്ട് വരുമ്പം പലപ്പോഴും ഒരു ഏജ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തെറാപ്പീസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അത്ര മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. കൊണ്ടുവരാൻ പറ്റും, കുറേശ്ശെ ആയിരിക്കും. ഇപ്പോൾ 8 വയസ്സിന് താഴെ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ വലുതാണ്, അതിൻ്റെ റേഷ്യോ കൂടുതലാണ്. അപ്പോൾ ആ പെർസെൻറ്റേജ് ഓഫ് സക്സസ്സും കൂടുതലാണ്. അത് കഴിഞ്ഞ് ചെയ്യുന്നതിനും വരും, പക്ഷേ ലോങ് ടൈം ഇങ്ങനെ അങ്ങ് പോവും. ആ കുഞ്ഞിൻ്റെയും നമ്മളുടെയും ഒക്കെ ആ ഒരു വിഷമം, സഫറിങ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതായത് മനുഷ്യന് പെയിൻ പേടിയാണ്, സഫറിങ് ഇഷ്ടവുമാണ്. കാരണം അത് ലൈഫ് ലോങ് തുടർന്നോളൂല്ലോ. ആ പാറ്റേണുമായിട്ട് നമ്മുടെ ബ്രെയിൻ പൊരുത്തപ്പെട്ടു പോകും. അപ്പോൾ ഈ പെയിനാണോ വേണ്ടത്, സഫറിങ് ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ മാതാപിതാക്കളുടെ ചോയ്സാണ്. സഫറിങ് ലൈഫ് ലോങ്ങാണ്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഒരിക്കൽ നമ്മുടെ കൂടെ കൂടിയാൽ നമ്മളുടെ മരണത്തോളം അതിങ്ങനെ കിടന്നോളും. അപ്പോൾ കൊച്ചിങ്ങനെയാണ്, ഇങ്ങനൊരു കുഞ്ഞുണ്ടായി പോയി എന്നുള്ള ഒരു ഫീലിൽ നമ്മളങ്ങ് നിൽക്കും. പക്ഷേ അതിന് പകരമായിട്ട് ഇപ്പം ഒരു പെയിനുണ്ട്, ഞാനിതിനെ ഒന്ന് എടുക്കുമ്പം എൻ്റെ സമയം, എൻ്റെ എഫേർട്ട്, എൻ്റെ മനസ്സിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ എൻ്റെ എഫേർട്ടും മണിയും എല്ലാം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കണം. എൻ്റേതായ ചില സോഷ്യൽ ആസ്പെക്റ്റുകളെ ഞാൻ മാറ്റി വയ്ക്കേണ്ടി വരും, ചില പാർട്ടികളെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ചേഞ്ചസാണ്. ബട്ട് ഐ എം കോൺട്രിബ്യൂട്ടിങ് എൻ്റെ ഈ പെയിൻ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഗ്രോത്തിനാണ് എന്ന് മനസ്സിലാക്കുന്ന മൊമെൻറ്റിൽ ഈ സഫറിങ്ങിനെ വെടിഞ്ഞിട്ട് ഈ നിമിഷ നേരത്തെ പെയിൻ കൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവിതം ക്വാളിഫൈഡ് ആക്കാൻ പറ്റുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.